ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു എന്ന് വലിയ രീതിയിൽ പ്രചാരണം നടത്തിയ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്ന് മീഡിയക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ചില കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, സുന്നികളാവട്ടെ ഷിയാക്കളാവട്ടെ ഇസ്ലാമിക സമൂഹം എന്ന് പറഞ്ഞാൽ ലോക സമാധാനത്തിന് വലിയ ഭീഷണിയാണെന്നും അവർ തങ്ങളുടെ ശത്രുക്കളാണെന്നും അവർക്കെതിരെ ഞങ്ങൾ കടുത്ത നടപടിയിലേക്ക് നീങ്ങുകയാണ് എന്നുമാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിട്ടുള്ളത്. ഈ മിഡിൽ ഈസ്റ്റിലെ സുരക്ഷാ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി സംഘർഷത്തിലേക്ക് നീങ്ങുന്നു എന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തുവരുന്നത്. ഇറാഖ്, ഇറാൻ, ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള ആക്രമണങ്ങളിൽ നിരവധി ആക്രമണങ്ങളും സൈനിക ഏറ്റുമുട്ടലും ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പ്രമുഖ മാധ്യമങ്ങളൊക്കെ നിലവിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതൊന്നും ഫേക്ക് ന്യൂസ് അല്ല, സത്യസന്ധമായ ന്യൂസ് തന്നെയാണ്. വിശ്വസനീയമായ സ്രോതസ്സിൽ നിന്ന് തന്നെ ലഭിച്ച ന്യൂസുമാണ്. ഇതിനിടയ്ക്ക് വരുന്ന മറ്റൊരു വാർത്ത എന്താണെന്ന് വെച്ചാൽ, അറബിക്കടലിൽ വെച്ച് ഇറാന്റെ ഒരു കപ്പലും അമേരിക്കൻ കപ്പലും നേർക്കുനേർ ഏറ്റുമുട്ടൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരം പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല, ഇറാഖി പ്രതിരോധ ഗ്രൂപ്പുകൾ, അതായത് ഇറാന്റെ മലീഷ്യ ഗ്രൂപ്പുകളും അമേരിക്കൻ സേനയും തമ്മിൽ നടത്തിയ ഏറ്റുമുട്ടലിൽ അമേരിക്കയുടെ ബോംബർ വിമാനത്തെ ഇറാഖി മലീഷ്യകൾ ലക്ഷ്യമിട്ടുവെന്നും അത് വിജയിച്ചുവെന്നും അതിനെ തുടർന്ന് 3 അമേരിക്കൻ സൈനികർക്ക് മരണം സംഭവിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല, അതേ വിമാനത്തിലുള്ള 6 ക്രൂ മെമ്പേഴ്സ് ഉണ്ടാവല്ലോ, ഈ വിമാനത്തിൽ അസിസ്റ്റ് ചെയ്യാനുള്ള മറ്റു കാര്യങ്ങളിലൊക്കെ അസിസ്റ്റ് ചെയ്യാനുള്ള ക്രൂ മെമ്പേഴ്സ്, ആ 6 പേരെ നിലവിൽ കാണാനില്ല എന്നാണ് പുതിയ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. ഒരുപക്ഷെ അവർ മരിച്ചിട്ടുണ്ടാകും എന്നാണ് നിലവിലെ റിപ്പോർട്ടുകളിൽ അടിസ്ഥാനമാക്കിയുള്ള പ്രചരണം. അതേസമയം ഇസ്രായേലിനും ലെബനോന്റെയും അതിർത്തിയിൽ സംഘർഷം കടുത്ത രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ലെബനോനിലെ ഒരു പ്രത്യേക സേനയാണ് ഹിസ്ബുള്ള, അതായത് ഇറാന്റെ പിന്തുണയുള്ള ഒരു മലീഷ്യ ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പും ഇസ്രായേലും തമ്മിലാണ് നിലവിൽ ഇസ്രായേൽ ലെബനോൻ അതിർത്തിയിൽ വെച്ച് കനത്ത ഏറ്റുമുട്ടൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഏറ്റവും ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഇത് പറയുന്നത് ഇസ്രായേലിലെ ഹീബ്രു മീഡിയ തന്നെയാണ് കേട്ടോ. ഇത് നമുക്ക് ഫേക്ക് ആണെന്നൊന്നും പറയേണ്ട കാര്യമില്ല. ഇസ്രായേലിലെ ഹീബ്രു മീഡിയ തന്നെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പുറത്തുവിട്ടത്. അവിടെ ശക്തമായ വെടിവെപ്പുകളും ഷെല്ലാക്രമണങ്ങളും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇതിനോടകം തന്നെ പുറത്തുവിട്ട വിവരം. ഇറാഖിന്റെ വടക്കൻ മേഖലയിൽ ഇറാഖിലെ ഇറാന്റെ മലീഷ്യ ഗ്രൂപ്പുകൾ അവിടുത്തെ ഒരു ഫ്രഞ്ച് സൈനിക താവളത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഒരു ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു. ഈ ആക്രമണത്തിൽ ഒരു ഫ്രഞ്ച് ഹെലികോപ്റ്റർ ആക്രമിക്കപ്പെട്ടുവെന്നും 6 ഫ്രഞ്ച് സൈനിക ഉദ്യോഗസ്ഥർക്ക് ഗുരുതരമായിട്ട് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു എന്ന് വലിയ രീതിയിൽ പ്രചാരണം നടത്തിയ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്ന് മീഡിയക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ചില കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, സുന്നികളാവട്ടെ ഷിയാക്കളാവട്ടെ ഇസ്ലാമിക സമൂഹം എന്ന് പറഞ്ഞാൽ ലോക സമാധാനത്തിന് വലിയ ഭീഷണിയാണെന്നും അവർ തങ്ങളുടെ ശത്രുക്കളാണെന്നും അവർക്കെതിരെ ഞങ്ങൾ കടുത്ത നടപടിയിലേക്ക് നീങ്ങുകയാണ് എന്നുമാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിട്ടുള്ളത്. We are not saying it's in Switzerland. Things are happening in Switzerland now. Extreme Islam, both Sunni and Shi'i, is a threat to the entire world. We can't say that this would solve itself. We continue to strike our enemies over and over again. But how can we compare this time with the past? ആരാ പറയുന്നത്? വർഷങ്ങളായി ലോക സമാധാനത്തിന് കഴിഞ്ഞ രാജ്യം സ്ഥാപിക്കപ്പെട്ട അന്നു മുതൽ മിഡിൽ ഈസ്റ്റിൽ യാതൊരു സ്വൈര്യവും കൊടുക്കാതെ, അവിടുത്തെ ജനങ്ങൾക്ക് യാതൊരു സമാധാനവും കൊടുക്കാതെ, മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേൽ എന്ന രാജ്യം രൂപപ്പെടുന്നതിന്റെ മുന്നേ യൂറോപ്പിലെ ജനങ്ങൾക്ക് യാതൊരു സമാധാനം കൊടുക്കാത്ത ആൾക്കാരെന്ന് പറയുന്നത് എന്ത്? സുന്നികളും ഷിയാക്കളും ഒക്കെ ലോക സമാധാനത്തിന് ഭീഷണിയാണ്. ഇത് നല്ല കോമഡി ആയിട്ടുണ്ട്. മറുവശത്ത് നിലവിൽ ഇറാൻ ഇസ്രായേലിന്റെ ലെവിയാത്ത്, കാരിസ് തുടങ്ങിയ വാതക പാടങ്ങളെ തങ്ങളുടെ മിലിറ്ററി ലക്ഷ്യങ്ങൾ ആക്കുമെന്ന് ഇതിനോടകം തന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ ദിവസമായിരുന്നു ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചുകൊണ്ടുള്ള ഇറാന്റെ പ്രസ്താവന വന്നത്. ആ നിരോധനത്തിന് ശേഷം ഇതുവരെയുള്ള ഏകദേശം 24 മണിക്കൂർ 48 മണിക്കൂറുള്ള സമയം കൊണ്ട് 18ഓളം കപ്പലുകളെ ഇറാൻ ആക്രമിച്ചതായാണ് പുതിയ വിവരം പുറത്തേക്ക് വരുന്നത്. പേർഷ്യൻ ഗൾഫിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും നിരവധി കപ്പലുകളാണ് ഈ വഴി പോകാനായിട്ട് കാത്തുകെട്ടി കിടക്കുന്നത് എന്നാണ് പുതിയ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. ഹോർമുസ് കടലിടുക്ക് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം, ഇറാന്റെ തന്ത്രപ്രധാനമായ ഒരു മേഖലയാണ്. ആ മേഖല എന്തെങ്കിലും രീതിയിൽ ഒരു പ്രശ്നം നേരിടുന്നു എന്ന് പറഞ്ഞാൽ അത് ലോകത്തിന്റെ മുഴുവൻ, പ്രത്യേകിച്ച് ഏഷ്യക്കാരായ നമ്മളെ വലിയ രീതിയിൽ ബാധിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. ഇതിനിടെ ഇറാന്റെ മുൻ സ്പീക്കർ അലി ലാരിജാനി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വളരെ
പെട്ടെന്നൊരു വിജയമാണ് ആഗ്രഹിക്കുന്നതെന്നും എന്നാൽ യഥാർത്ഥത്തിൽ ഒരു യുദ്ധം തുടങ്ങിയാൽ അത് പെട്ടെന്ന് അവസാനിപ്പിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണെന്നുള്ള സാമാന്യ ബോധം പോലും അയാൾക്കില്ലെന്നും ട്വീറ്റുകൾ കൊണ്ട് യുദ്ധം ജയിക്കാനാവില്ലെന്നും കണക്കുകൂട്ടലുകളുടെ പേരിൽ നിങ്ങൾ ഖേദിക്കാതെ ഞങ്ങൾ ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറില്ല എന്നും കടുത്ത രീതിയിലാണ് ഇറാൻ അമേരിക്കയോട് ഇതിനോടകം തന്നെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അത് അദ്ദേഹം പറഞ്ഞാൽ അല്പം കാര്യമുണ്ട്. യുദ്ധം തുടങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ എക്സിൽ 4 പോസ്റ്റ് ചെയ്താലൊന്നും വിജയമാവില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള തള്ളിയാലൊന്നും വിജയമാവില്ല. അത് തുടങ്ങാൻ എളുപ്പമാണ്, അവസാനിപ്പിക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. നിലവിലെ സ്ഥിതിയും അത് തന്നെയാണ്. ഇതോടൊപ്പം തന്നെ ഇറാൻ മറ്റൊരു കാര്യം കൂടി ലോകത്തോട് പറഞ്ഞിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്ക് നിലവിൽ അടച്ചിരിക്കുകയാണെന്നും അതുവഴി അനധികൃതമായിട്ടുള്ള ഗതാഗതത്തിന് ആരെങ്കിലും ശ്രമിച്ചാൽ ആ കപ്പൽ ഞങ്ങൾ കത്തിച്ചു കളയുമെന്നും ഇതിനോടകം തന്നെ IRGC ശക്തമായിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും IRGCയുടെ ഈ ഭീഷണിയൊക്കെ വലിയ രീതിയിൽ മാർക്കറ്റിൽ എഫക്ട് ചെയ്യുന്നുണ്ട്. $101 വ്യാപാരം അവസാനിപ്പിച്ചത്. പെട്രോളിന് വില കൂടുമ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലാ സാധനങ്ങൾക്കും വില കൂടും. ഒരു പെട്രോൾ പ്രൊഡക്റ്റിന് മാത്രമല്ല, അതിന് ട്രാൻസ്പോർട്ടേഷനുമൊക്കെ ബന്ധപ്പെട്ട് എല്ലാ സാധനങ്ങൾക്കും, സകലമാന സാധനങ്ങൾക്കും വില വർദ്ധിക്കും. എന്തായാലും വളരെ വലിയൊരു പ്രതിസന്ധിയിലാണ് ഇന്ത്യ മാത്രമല്ല, ലോകത്തുള്ള സകല രാജ്യങ്ങളും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ സംഭവ വികാസങ്ങളെല്ലാം ചേർന്ന് മിഡിൽ ഈസ്റ്റിലെ യുദ്ധ സാഹചര്യത്തെ കുറിച്ച് വലിയ രീതിയിലുള്ള ആശങ്കയാണ് ഇപ്പോൾ വർദ്ധിച്ചിരിക്കുന്നത്. അന്താരാഷ്ട്ര സമൂഹം ഈ സംഘർഷം അവസാനിപ്പിക്കാനുള്ള എല്ലാ ശ്രമം നടക്കുന്ന അതേ സമയത്ത് മേഖലയിലെ സൈനിക സംഘർഷം കൂടുതൽ വ്യാപിപ്പിക്കാനാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നത് അത്യന്തം ഖേദകരമായ ഒരു കാര്യം തന്നെയാണ്. എന്തായാലും എല്ലാ പ്രതിസന്ധികളും എത്രയും പെട്ടെന്ന് തന്നെ അവസാനിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഒട്ടും വൈകാതെ കാണാമെന്ന പ്രതീക്ഷയോടെ ഇവിടെ പറയും.